നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞറമൂടാണ്. ഞാൻ നിൽക്കുന്നത് വട്ടിയൂർക്കാവിന് സമീപമായിട്ടാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 2400 സ്ക്വയർ ഫീറ്റിൽ 4.3 സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട് എന്ന് പറയുന്നത് നല്ലൊരു ലക്ഷറി വീടാണ്. നമ്മുടെ ഈ ഒരു വീട് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവ് കുണ്ടമൻകടവ് റോഡിൽ നിന്നും മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീട് എന്ന് പറയുന്നത് നല്ലൊരു ലക്ഷറി വീടാണ്. അതായത് വട്ടിയൂർക്കാവ് ഭാഗത്തൊക്കെ പ്രീമിയം വീട് നോക്കി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡബിൾ ഗേറ്റ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടുള്ളൊരു ഗേറ്റ് വരുന്നത് ഇതാണ് മെയിൻ എൻട്രി ആയിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ, 2 വലിയ വണ്ടികൾക്ക് ഇടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വലിയ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ഒരു കാറിന് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുപോലത്തെ 2 കാർ പാർക്കിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതാണ് മെയിൻ എൻട്രി ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അടുത്ത ഒരു എൻട്രി വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അടുത്തൊരു ചെറിയ ഗേറ്റ് കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ സ്റ്റോൺ എന്ന് പറയുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. ഒറിജിനലായിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല സസ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഭിത്തിയിൽ നല്ല രീതിയിലുള്ള ഡിസൈനും അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല മോഡേൺ രീതിയിലുള്ളൊരു മുള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കാണാൻ വളരെ ഭംഗി തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗം. നമ്മുടെ ഈ ഒരു വീട് 4.3 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ്. കൂടാതെ തന്നെ നമുക്ക് മുഴുവനും വാസ്തുപ്രകാരം മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കൂടിയാണ് നമ്മുടെ ഈ ഒരു വീട്. നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഭാഗമാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ബോൾ ഭാഗത്തൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറ് വരുമ്പോൾ ഇവിടെ തേക്കിൻ്റെ വുഡാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ എല്ലാ ഭാഗത്തും തേക്കിൻ്റെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന്
വരുന്നു. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോക്കാണ് കേട്ടോ. ഇവിടെ നമ്പർ ലോക്ക് സിസ്റ്റമാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ലോക്ക് വെച്ച് നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാനായിട്ട് കഴിയും. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ഹാള് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മുകൾ ഭാഗത്തെ ഫോൾ സീലിംഗൊക്കെ എല്ലാം വളരെ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈൽസ് ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജോൺസൻ്റെ 6x2 പ്രീമിയം ടൈൽസാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് ഹാളിൽ നിന്ന് കയറുമ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് നല്ലൊരു ലിവിങ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം തേക്കിൻ്റെ വുഡിൽ തീർത്ത അതിമനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നല്ല രീതിയിലുള്ള ഗ്ലാസ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സ്പേസിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. കൂടാതെ തന്നെ നമുക്കൊരു വാഷ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗോറിൻ്റെ മെറ്റീരിയൽസാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ പൈപ്പുകളും ജാഗോറും അതുപോലെ തന്നെ സുപ്രീമും ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ ഇവിടെ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ജോൺസൻ്റെ 6x2 ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടാതെ വാളിലൊക്കെ എല്ലാം വളരെ മനോഹരമായുള്ള ഡിസൈനിലാണ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോൾ സീലിംഗ് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കൊരു അലമാര, ബേസിക് ആയിട്ടുള്ള അലമാര വരുന്നുണ്ട്. 3 ഡോറുള്ള ഒരു അലമാരയാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള നല്ല ഒരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഈ ഒരു റൂമിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് കയറുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കൊരു ബാത്റൂം വരുന്നത്. ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ളൊരു മോഡുലാർ കിച്ചണാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് മോഡുലാർ ഓപ്പൺ കിച്ചണാണ് വരുന്നതെങ്കിൽ കൂടി നമുക്കൊരു പാർട്ടീഷൻ ചെയ്തുകൊണ്ടൊരു ഗ്ലാസ് മെറ്റീരിയൽ ഇവിടെ ഡോർ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു കിച്ചൺ സൈഡ് വരുന്നത്. ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെയധികം സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല ഒരു മോഡുലാർ കിച്ചൺ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ ഇവിടെയൊക്കെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയ, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്ലോ ഡൗൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അടച്ചു കഴിഞ്ഞാൽ, സ്പീഡിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വളരെ പതുക്കെ മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് കിച്ചൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഇവിടെ നിന്നായിട്ടാണ് നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വരുന്നത്. കൂടാതെ തന്നെ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെയും സ്റ്റോറേജ് സ്പേസ് എല്ലാം വരുന്നുണ്ടെന്ന്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് ലേഡീസിനൊക്കെ വളരെ ഉപകാരപ്രദമാകത്തക്ക രീതിയിലുള്ളൊരു വാഷ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതായത് നമുക്ക് നല്ല രീതിയിലുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം കഴിയുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ലോ ഡൗൺ ആയിട്ട് വാട്ടർ പോകും. അതുപോലെ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കൂടാതെ നമുക്ക് സ്പീഡിന് വാട്ടർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ നമുക്ക് വളരെ രീതിയിൽ സ്പീഡിന് നമുക്ക് വാട്ടർ വരും. കൂടാതെ തന്നെ നമുക്ക് പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ അരിയണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ലോ ആയിട്ടുള്ളൊരു വാട്ടർ രീതിയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് കിച്ചൺ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ വർക്ക് ഏരിയ വരുന്നത്. ഒതുങ്ങിയിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് എല്ലാം ഈ ഒരു വർക്ക് ഏരിയ ഭാഗത്തും വരുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു വാഷ് സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് വീടിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രകാശം ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് തടി കൊണ്ടുള്ളൊരു ഡിസൈൻ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ നിന്നുള്ള പ്രകാശം നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഹാളിലേക്ക് എത്തും. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം തേക്കിൻ്റെ വുഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പായാലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗമായാലും ഫുള്ളും തേക്കിൻ്റെ വുഡിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗം ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുമെല്ലാം കൊണ്ട് വളരെ മനോഹരമാണ് നമ്മുടെ ഈ ഒരു സ്റ്റെയർകേസ് ഏരിയ.
നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മുകൾ ഭാഗത്തെ TV യൂണിറ്റ് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 3 ബെഡ്റൂം ടോട്ടലായിട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടുള്ള ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമാണ് നമുക്ക് മുകൾ ഭാഗത്ത് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. അതിവിശാലമായിട്ടുള്ളൊരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു അലമാര, 3 ഡോറുള്ളൊരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ നമുക്കിവിടെയും ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിട്ടുള്ള ജോൺസൻ്റെ ടൈൽസാണ്, 6x2 ടൈൽസാണ് ഈ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ളൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഇരുന്ന് റിലാക്സ് ആവാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു വാളിൽ നല്ല രീതിയിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് മുകൾ ഭാഗത്തെ ഇൻറ്റീരിയർ, അതായത് ഫോൾ സീലിംഗ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. കൂടാതെ നമുക്ക് ഡ്രസ്സിങ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഇവിടെ എല്ലാം നമുക്ക് ജാഗോറിൻ്റെ മെറ്റീരിയൽസ്, ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ എല്ലാ ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് വരുന്നത്. ഫ്ലോർ ആയാലും അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് ആയാലും എല്ലാം. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള 2ാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെയും ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 6x2 ജോൺസൻ്റെ ടൈൽസാണ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് മുകൾ ഭാഗത്തൊക്കെ എല്ലാം വളരെ ഭംഗിയിലുള്ള ഫോൾ സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിലെ പെയിൻറ്റ് കൂടിയാണ് നമുക്ക് ഈ ഒരു ഭിത്തിയിൽ വരുന്നത്. റൂമിനോട് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഇവിടെ എല്ലാം നമുക്ക് ജാഗോറിൻ്റെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്കിവിടെ വരുന്നു.
മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഏരിയ തന്നെ നമുക്ക് വരുന്നു. ഇവിടെ നമുക്ക് ബേസിക്കായിട്ടുള്ളൊരു 3 ഡോറോട് കൂടിയിട്ടുള്ളൊരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ ഡോറും എല്ലാം നമ്മൾ തേക്കിൻ്റെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി സൈഡ് വരുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡിൽ വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് സൂര്യപ്രകാശം ഇതുവഴി നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരും. വളരെ നല്ല രീതിയിലുള്ളൊരു എനർജറ്റിക് ആയിട്ടൊരു പ്ലേസ് കൂടിയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇതിന് ചുറ്റാകെ എല്ലാം നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ ആയാലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായാലും ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നല്ല നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് വരുന്നത്. കൂടാതെ ഇവിടെ നിന്നുള്ള വ്യൂ, പുറത്തു നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ, വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ഭംഗിയിലുള്ള ചെടി കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് കഴിയുന്നു. കൂടാതെ തന്നെ നമുക്ക് നല്ല വീതിയിലുള്ള ഒരു ബാൽക്കണി സൈഡാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ നിന്നുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എനർജറ്റിക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ ഭംഗിയിലുമാണ് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് 2ാമത്തെ നിലയിൽ നിന്ന് 3ാമത്തെ മുകളിലേക്കുള്ള ഒരു സ്റ്റെയർ കേസാണ്. ഇവിടെ നമുക്ക് ഫുള്ള് തേക്കിൻ്റെ വുഡിലാണ് ഇവിടുത്തെ നിർമ്മിതിയെല്ലാം വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു സ്പേസ് കൂടി നമുക്ക് ഇവിടെ വരുന്നു. കൂടാതെ തന്നെ നമുക്കിവിടെ മുകൾ ഭാഗത്തെ എൻട്രിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഹോം തിയേറ്റർ അതുപോലെ തന്നെ ഒരു ജിമ്മ് എന്നിവയൊക്കെ എല്ലാം ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ മനോഹരമായിട്ടൊരു സ്പേസ് ഉണ്ട്. അതായത് ജിമ്മോ അതുപോലെ തന്നെ നമുക്കൊരു മിനി തിയേറ്റർ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാനായിട്ട് കഴിയും.
എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.